ജയന്തി മംഗളകാളി ഭദ്രകാളി കപാലിനി. പരാശക്തിയുടെ ത്രിരൂപ ചൈതന്യം നിറയുന്ന ശ്രീലകത്തിനുള്ളിൽ ത്രിമൂർത്തികളായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെയും വിഷ്ണു മഹേശ്വരപുത്രനായ ശാസ്താവിന്റെയും ശിവപുത്രന്മാരായ ഗണപതി സുബ്രഹ്മണ്യന്മാരുടെയും പ്രതിപൂജകളുണ്ട്. ത്രിലോകനാഥരായ ദേവഗണങ്ങളുടെ സാമീപ്യത്താൽ സബരിവ്രതയായി ലോകാനുഗ്രഹം നൽകുന്ന ചോറ്റാനിക്കര ഭഗവതിയുടെ അവതാരവുമായി ബന്ധപ്പെട്ട ഒരു മൂലകഥയുണ്ട്. പണ്ട് വനപ്രദേശമായിരുന്ന ഇന്നത്തെ ചോറ്റാനിക്കര ഭാഗത്ത് കണ്ണപ്പൻ എന്നൊരു വനവേടനുണ്ടായിരുന്നു. മഹാശക്തിമാനാകുവാൻ കണ്ണപ്പൻ നിത്യവും പശുബലി നടത്തിയിരുന്നു. ഒരിക്കൽ ആകസ്മികമായി അവിടെ ഒരു പശുക്കുട്ടിയെത്തി. കണ്ണപ്പന്റെ മകൾ അതിനെ ലാളിച്ചു വളർത്തി വരവേ ഒരു ദിവസം ബലിക്ക് മറ്റു പശുക്കളെ കിട്ടാതെ വന്നപ്പോൾ കണ്ണപ്പൻ തന്റെ മകളുടെ വളർത്തു പശുവിനെ ബലി നൽകുവാൻ തീരുമാനിച്ചു. എന്നാൽ തന്റെ മകളുടെ നിർബന്ധത്താൽ കണ്ണപ്പൻ ആ പശുവിനെ ബലിയിൽ നിന്ന് ഒഴിവാക്കി. കാലാന്തരത്തിൽ അപ്രതീക്ഷിതമായി കണ്ണപ്പന്റെ പുത്രി അകാല മൃത്യുവിനിരയായി. സ്വന്തമായി മറ്റാരുമില്ലാതിരുന്ന കണ്ണപ്പൻ ആ പശുക്കുട്ടിയെ ഓമനിച്ച് വളർത്തി. ഒരിക്കൽ തന്റെ പശുവിന് സമീപം ഒരു ദിവ്യപുരുഷൻ നിൽക്കുന്നതായി സ്വപ്നം കണ്ട കണ്ണപ്പൻ പിറ്റേന്ന് അവിടെ പോയി നോക്കിയപ്പോൾ തന്റെ പശു കിടന്നിരുന്ന സ്ഥലത്ത് ഒരു ശിലയും തൊട്ടടുത്ത് ആ ദിവ്യപുരുഷൻ നിന്നിരുന്ന സ്ഥലത്ത് ഒരു ചെറുശിലയും കാണുകയുണ്ടായി. ഈ വൃത്താന്തമറിഞ്ഞ് അവിടെ എത്തിയ പരാശര മുനിയിൽ നിന്ന് താൻ സ്വപ്നത്തിൽ ലക്ഷ്മി നാരായണന്മാരെയാണ് ദർശിച്ചതെന്ന് കേട്ടറിഞ്ഞ കണ്ണപ്പൻ ആ സ്ഥലം വൃത്തിയാക്കി ആരാധന തുടർന്നു. കണ്ണപ്പന്റെ കാലശേഷം വനവേടന്മാർ ആ സ്ഥലം ഉപേക്ഷിച്ചു പോയി. ഒരിക്കൽ അവിടെ പുല്ലു ചെത്തുവാൻ വന്നൊരു സ്ത്രീ അടുത്തു കണ്ട ശിലയിൽ അരിവാളിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്നും അതിയായി രക്തപ്രവാഹമുണ്ടായി. ഈ സ്ത്രീ അടുത്തുള്ളൊരു നമ്പൂതിരിയോട് ഈ അത്ഭുത വിവരം അറിയിച്ചപ്പോൾ അദ്ദേഹം ദേവപ്രശ്നം നടത്തുകയും സാക്ഷാൽ പരാശക്തിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് പ്രശ്നവശാൽ തെളിയുകയും ചെയ്തു. ലക്ഷ്മി, സരസ്വതി, ദുർഗ എന്നീ ഭാവങ്ങളിൽ ഇവിടെ ദേവിയുടെ ആരാധന നടത്താമെന്ന് പ്രാശ്നികർ പറഞ്ഞതനുസരിച്ച് പിറ്റേന്ന് അവിടെ എത്തിയ ജനങ്ങൾ അവിടെ മറ്റൊരു ശിലാവിഗ്രഹം കൂടി ഉയർന്നു വന്നതായി കണ്ടു. ആ വിഗ്രഹം കാണപ്പെട്ട സ്ഥലം എടാട്ട് നമ്പൂതിരിയുടേതായിരുന്നു. അതോടെ എടാട്ട് നമ്പൂതിരിമാർ ക്ഷേത്രത്തിന്റെ ശാന്തിക്കാരായി നിയമിതരായി. ആദ്യമായി വിഗ്രഹം കാണപ്പെട്ട സ്ഥലത്താണ് ഇന്ന് ക്ഷേത്രത്തിലെ പവിഴമല്ലിത്തറ കാണപ്പെടുന്നത്. ചോറ്റാനിക്കര രാജരാജേശ്വരിയുടെ ശ്രീമൂല സ്ഥാനമാണ് ഭക്തരുടെ ആരാധ്യ കേന്ദ്രമായ പവിഴമല്ലിത്തറ. പ്രഭാതത്തിൽ ശ്രീ രാജരാജേശ്വരിക്ക് മൂകാംബികാദേവിയുടെ ഭാവമാണ്. മൂലകാരിണിയായി ദേവീഭാവത്തിൽ അമരുന്ന ചോറ്റാനിക്കര അമ്മയ്ക്ക് ബ്രഹ്മമുഹൂർത്തം മുതൽ പ്രാതകാലം വരെ ലോകാരാധ്യയായി മൂകാംബികയിലെ സരസ്വതീ ദേവിയുടെ ഭാവം ഉദിച്ചതിന് പിന്നിൽ ആദിശങ്കരനുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യവുമുണ്ട്. ബ്രഹ്മജ്ഞാനിയായ ശ്രീശങ്കരൻ ഉഗ്ര തപസ് ചെയ്ത് മൂകാംബികയെ കേരളത്തിലേക്ക് ആനയിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയാൽ താൻ മടങ്ങിപ്പോകുമെന്ന് ദേവി ഒരു നിബന്ധന വച്ചിരുന്നു. വഴിമധ്യേ തന്നെ അനുഗമിച്ച ദേവിയുടെ കാൽച്ചിലമ്പോച്ച കേൾക്കാതെ വന്നപ്പോൾ ശ്രീശങ്കരൻ പിന്തിരിഞ്ഞു നോക്കുകയും ദേവി മടങ്ങിപ്പോവുകയും ചെയ്തു. താൻ മടങ്ങിപ്പോന്നതിൽ ദുഃഖിതനായ ആദിശങ്കരന്റെ ദുഃഖമകറ്റുവാനായി ദേവി അദ്ദേഹം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് സന്നിഹിതയാകാമെന്ന് കൽപ്പിച്ചുവത്രേ. ശ്രീശങ്കരൻ മൂകാംബികാദേവിയുടെ ജ്യോതിസ് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച സ്ഥലമായും ചോറ്റാനിക്കര അറിയപ്പെടുന്നു. എന്നും രാവിലെ 7:30 മണി കഴിഞ്ഞ് കൊല്ലൂർ മൂകാംബികാ ക്ഷേത്രം തുറക്കുന്നതിന് കാരണം അതുവരെ ദേവി ചോറ്റാനിക്കരയിൽ തന്നെ ആയിരിക്കുന്നതിനാലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏത് രൂപത്തിൽ ഭജിച്ചാലും ആ രൂപത്തിൽ ദർശനം നൽകി ഭക്തജനങ്ങളെ ദേവി അനുഗ്രഹിക്കുന്നു. ആൾരൂപങ്ങൾ തറച്ച ഈ പാലമര ചുവട്ടിലെ ലക്ഷണയുക്തമായ ചെറു ശ്രീകോവിൽ സാന്നിധ്യമാകുന്ന കീഴ്ക്കാവിൽ അമ്മയ്ക്കുമുണ്ട് അവതാര ചരിതത്തിന്റെ അത്ഭുത പുരാവൃത്തങ്ങൾ. അശരണരും അനാലംബചിത്തരുമായ അഭയാർത്ഥികളുടെ വിഭ്രാന്തമായ ആത്മാലാപനങ്ങൾക്ക് അർത്ഥം കൊടുക്കുന്ന രുദ്രകാളിയാണ് കീഴ്ക്കാവിലമ്മ. ബാധോപദ്രവങ്ങൾ ഒഴിപ്പിച്ച് ശാന്തചിത്തരായി മടങ്ങുന്ന പരശതം ഭക്തരുടെ അനുഭവ കഥകൾ കീഴ്ക്കാവിലൊരു പുതുമയല്ല. കീഴ്ക്കാവിലെ പാലമരത്തിൽ ആണിയടിച്ച് സത്യം ചെയ്ത് ഉപാധികളില്ലാതെ ഒഴിഞ്ഞു പോകുന്ന ബാധകളുടെ പ്രതിരൂപങ്ങൾ ഇവിടെ ഒന്നല്ല ഒട്ടനവധിയാണ്. കീഴ്ക്കാവിൽ പ്രതിഷ്ഠ നടത്തിയത് വില്ലുമംഗലം സ്വാമിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശശ്വത്ഭക്ത്യാ തഥാംബികേ രൂപ
അയ്യപ്പൻകാവുകളുടെ ആരാധനാ തത്വത്തിന്റെ അനുസ്യൂതി എന്നതുപോലെ ആദ്യ കേരളീയ ആരാധനാമൂർത്തിയായ ശാസ്താവിന്റെ ശ്രീകോവിൽ പശ്ചിമ ദർശനമായി നിലനിൽക്കുന്നുണ്ട്. രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ത്രിശൂലം. പൂർണ്ണ പുഷ്കലമാരായ സഹധർമ്മിണിമാരോടൊപ്പം ഗൃഹസ്ഥനായി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രരൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മേപ്പാഴൂർ മനയിലെ ഗൃഹസ്ഥൻ അവിടെ പൂജിച്ചിരുന്ന ശാസ്താവിനെ എഴുന്നള്ളത്തിന് പോയ ക്ഷേത്ര പരിപാലകരുടെ സംരക്ഷണത്തിനായി ആവാഹിച്ച് ചോറ്റാനിക്കരയിലേക്ക് അയച്ചു എന്നൊരു ഐതിഹ്യവുമുണ്ട്. അമ്മയുടെ അടുത്തെത്തിയ ശാസ്താവ് അവിടെ നിന്നും പിന്നീട് മനയിലേക്ക് മടങ്ങിയിട്ടില്ലത്രേ. ദേവിയുടെ സമീപം ഒരാശ്രിതനും അതേസമയം കാര്യസ്ഥനുമായി ശാസ്താവുണ്ട് എന്നാണ് സങ്കല്പം. ഭൂതപ്രേതാദികളുടെ ബാധകൾ ഒഴിക്കുന്ന അത്ഭുതമൂർത്തിയാണിവിടെ ധർമ്മശാസ്താവ്. ശാസ്ത്രനടയിൽ പ്രായശ്ചിത്തവും സത്യവും ചെയ്ത് ബാധോപദ്രവങ്ങൾ മനസ്സിൽ നിന്ന് നീങ്ങിയതിന് ഇവിടെ എത്തിയ ഭക്തജനങ്ങൾ തന്നെ സാക്ഷി. നാലമ്പലത്തിന് വെളിയിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി കാപാലീശ്വരമൂർത്തിയായ ശിവലിംഗം പ്രതിഷ്ഠിച്ച ശ്രീകോവിലുണ്ട്. ശിവത്രിക്കോവിലിന് തെക്കുവശത്തായി ഗണപതിയുടെ പ്രതിഷ്ഠയും കാണാം. യക്ഷിയുടെ ഒരു വെങ്കൽ പ്രതിഷ്ഠയും ക്ഷേത്രാങ്കണത്തിൽ കാണാം. ശ്രീബലിയിൽ വൈശ്യം തൂക്കിക്കഴിഞ്ഞ് അവശേഷിക്കുന്ന ഉച്ഛിഷ്ടമാണ് ഇവിടുത്തെ നൈവേദ്യം. ക്ഷേത്രാങ്കണത്തിലെ തീർത്ഥക്കുളം ദേവിയുടെ അഭിഷേക ജലം വന്ന് പതിക്കുന്നതിനാൽ പവിത്രമായി കരുതപ്പെടുന്നു. മേക്കാവിൽ ഭഗവതിയുടെ അഭിഷേക തീർത്ഥം ശ്രീകോവിലിലെ ഓവിലൂടെ പുറത്തു പോകുന്നില്ല. അത് അന്തർഗതമായ ഒരു ഗുഹാമാർഗം ഈ തീർത്ഥക്കുളത്തിൽ എത്തിച്ചേരുന്നു. ദേവീപ്രീതിക്കായി ഒട്ടനവധി വഴിപാടുകൾ ഭക്തജനങ്ങൾ നേർച്ചയായി നടത്തിവരുന്നു. സർവദാനങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ അന്നദാനം ഇവിടെ പ്രത്യേക വഴിപാടാണ്. അന്നദാനത്തിന് പണം നൽകുന്നവർക്ക് പാതി ഫലവും അത് കൊടുക്കുന്നവർക്ക് പകുതി ഫലവും ലഭിക്കുന്നുവെന്നാണ് ആപ്തവാക്യം. പട്ടും താലിയും ചാർത്തൽ ദേവിക്കുള്ള മറ്റൊരു വഴിപാടാണ്. കുരുന്നുകൾക്കുള്ള ചോറൂണ് ദേവീനടയിൽ നിത്യവും നടക്കുന്ന നേർച്ചയാണ്. തുലാഭാരം ദേവീസന്നിധിയിൽ പതിവായി നടക്കുന്ന വഴിപാടാണ്. നിത്യവും 5 പൂജയും 3 ശീവേലിയും ഇവിടെ പതിവാണ്. തൃപ്പൂണിത്തുറ പുലിയന്നൂർ ഇല്ലത്തിനാണ് ഇവിടുത്തെ തന്ത്രാധികാരം. ക്ഷേത്രോത്സവവും ക്ഷേത്രത്തിൽ നിത്യേനയുള്ള മറ്റ് ചടങ്ങുകളും ഇവിടെ ഭക്തജനങ്ങളുടെ ആഗ്രഹപൂരണത്തിനുള്ള അസുലഭ സന്ദർഭങ്ങളായി കണക്കാക്കപ്പെടുന്നു. കുംഭമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ കൊടിയേറി ഉത്രം നാളിൽ ആറാട്ടോടെ അവസാനിക്കുന്നു. ഉത്സവ ദിവസങ്ങളിൽ ദേവിയും ശാസ്താവും പറയെടുപ്പിനായി എഴുന്നള്ളുന്നതിനാൽ ഈ സമയത്ത് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും വഴിപാടുകളുമില്ല. സ്ത്രീകൾക്ക് സമുചിതമായ ദേവീ ദർശന വേളയാണ് കുംഭമാസത്തിലെ മകം നക്ഷത്രം. പൂരം നാളിൽ പുരുഷന്മാർക്കും ദേവീ ദർശനം പ്രധാനമാണ്. അത്തം നാളിൽ കീഴ്ക്കാവിൽ നടത്തുന്ന അത്തം ഗുരുതിയും അതിപ്രധാനമായ അനുഷ്ഠാനമാണ്. ചോറ്റാനിക്കരമ്മയെ ഭജനം പാർക്കുന്നത് ആഗ്രഹ സാഫല്യത്തിനും ചിത്തശുദ്ധിക്കുമുള്ള അതിവിശിഷ്ടമായ ഒരു ആരാധനാരീതിയായി അറിയപ്പെടുന്നു. ദേവിയുടെ നിത്യനിദാനങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുമായി ഭജനത്തിന് വളരെയേറെ അടുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തരുടെ അഭീഷ്ടങ്ങൾ നിറവേറ്റപ്പെടുന്നതിനായി നടത്തുന്ന ഈ ഭജനം ഫലപ്രാപ്തിയിലെത്തുവാൻ ആചാരപരമായ കൃത്യത അനിവാര്യമാണ്. ഭജനമിരിക്കുന്നവർ ക്ഷേത്രത്തിൽ തലേ ദിവസം തന്നെ എത്തി രാവിലെ 4 മണിക്കുള്ള നിർമാല്യ ദർശനം തൊഴണം. മേൽക്കാവിലെയും കീഴ്ക്കാവിലെയും നിർമാല്യ ദർശനത്തിന് ശേഷം ചിത്തശുദ്ധിയോടെ ദേവീനാമം ജപിച്ചുകൊണ്ട് ക്ഷേത്രപ്രദക്ഷിണം ചെയ്യുകയും 5 മണിക്ക് ശിവന്റെ നടയിലെത്തി അവിടെ ധാര തൊഴുത ശേഷം 5:30-നുള്ള എതിർത്ത് പൂജ ദർശിക്കുകയും വേണം. 6 മണിക്കുള്ള ശീവേലിയോടൊപ്പം ക്ഷേത്രപ്രദക്ഷിണം ചെയ്ത ശേഷം കീഴ്ക്കാവിൽ 7:30 നടക്കുന്ന ഗുരുതി പൂജ ദർശിച്ച് ഗുരുതി പ്രസാദം സ്വീകരിക്കണം. ഈ ഗുരുതി പ്രസാദവുമായി മേൽക്കാവിലെത്തി അവിടെ 8 മണിക്ക് നടക്കുന്ന പന്തീരടി പൂജയ്ക്ക് ശേഷം നൽകുന്ന നെയ്യ് സ്വീകരിച്ച ശേഷം പ്രഭാത ഭക്ഷണം കഴിക്കാവുന്നതാണ്. പ്രഭാത ഭക്ഷണത്തിനു ശേഷം ഭക്തർ ദേവീനാമ ജപത്തോടെ ക്ഷേത്രപ്രദക്ഷിണം ചെയ്യുകയും തുടർന്ന് 11 മണിക്ക് ശിവത്രിക്കോവിലിലെ ധാര ദർശിച്ച് തൊഴുകയും വേണം. ധാര നടക്കുന്ന സമയത്ത് ദർശനത്തിനെത്തുന്ന ഭൂതപ്രേത ബാധകളുള്ള ഭക്തർ അവിടെ
ഉറഞ്ഞു തുള്ളി ഒഴിയാറുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് മേലേക്കാവിലെ ഉച്ചപൂജയും ഉച്ചശീവേലിയും നടക്കുന്നത്. ശീവേലിക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്ന നൈവേദ്യ ചോറാണ് ഉച്ചഭക്ഷണമായി ഭജനമിരിക്കുന്നവർ കഴിക്കേണ്ടത്. ഉച്ചഭക്ഷണത്തിനു ശേഷം ഭജനമിരിക്കുന്നവർ ഉറങ്ങാതെ വിശ്രമിക്കുകയും തുടർന്ന് വൈകിട്ട് 4 മണിക്ക് നട തുറക്കുമ്പോൾ മേൽക്കാവിലും കീഴ്ക്കാവിലും പ്രദക്ഷിണം ചെയ്ത് 6:30 നടക്കുന്ന ദീപാരാധന തൊഴണം. അത്താഴപൂജയും ശീവേലികളും തൊഴുത ശേഷം കീഴ്ക്കാവിലെ ഗുരുതി പൂജ കണ്ട് ഗുരുതി പ്രസാദം സ്വീകരിച്ച് വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കാവുന്നതാണ്. 3, 5, 7, 12 എന്നിങ്ങനെയുള്ള ദിവസക്രമങ്ങളിലാണ് ഭജനമിരിപ്പ് നടത്തേണ്ടത്. ഭജനത്തിന്റെ കാലയളവിൽ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ആഹാരമല്ലാതെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുവാൻ പാടുള്ളതല്ല. ഭക്ഷണത്തിൽ മുളകിന്റെയും ഉപ്പിന്റെയും പുളിയുടെയും അളവ് കുറയ്ക്കുകയും സാധിക്കുന്ന പക്ഷം ഭക്ഷണവസ്തുക്കളിൽ പാലും പഴങ്ങളും പച്ചക്കറികളും കൂടുതലായി ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത് നല്ലതാണ്. ഭജനമിരിക്കുന്ന ആളുടെ കൂടെ ഒരാൾ കൂട്ടിനായി ഉണ്ടായിരിക്കുകയും വേണം. രജസ്വലകളാകുന്ന സ്ത്രീകൾ 7 ദിവസങ്ങൾക്ക് ശേഷം ഭജനമിരിപ്പ് തുടരേണ്ടതാണ്. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ഭജനമിരിപ്പ് ഉണ്ടായിരിക്കുന്നതല്ല.